ഹേമന്തമെൻ കൈക്കുമ്പിളിൽ തോന്നിലാപ്പൂ നീ പൂങ്കാറ്റുപോ നിന്നുള്ളിലെ പൂഞ്ചില്ല തേടുന്നു ഞാനിത കിളിപ്പാടുന്ന പാട്ടന്റെ കാതിൽ കളിയോന്ന നീ വാക്കുപോലെ അതിലോലം അനുരാഗം മാറിയ നിന്റെ മൗനവും മൊഴിയിഴ തുന്നിയേകവേ എന്നും ഈ വഴി കനവുകൾ കാത്തിരുന്നു ഞാൻ എൻ നിമിഷങ്ങളാനന്ദ ശലഭങ്ങളായി ഇന്നലയൊന്ന് നിന്നോർമ്മയാകി നെഞ്ചിന്നു ഞാലിൽ മെല്ലെ നിന്നെ എന്നും താരാട്ടാമോഹൽ പൂവേ ഹേമന്തമെൻ കൈക്കുമ്പിളിൽ തൂന്നിലാപ്പൂ നീ സനി സ പമ പമ ഗരി സനി നീ കണ്ണിലായിരം മെഴുതിരി മിന്നിടുന്നപ്പോ മെല്ലെ വന്നു നീ ചിരിമലരാദ്യമേകവേ നിൻ ശിശിരങ്ങളില പെയ്ത പുളവേളയിൽ ഞാൻ മഴവില്ലിനിതളായി മാറി മിന്നൽ കൺചിമ്മും താരം ചേരാമോ എന്നും കണ്ണേ ഹേമന്തമെൻ കൈക്കുമ്പിളിൽ തൂന്നിലാപ്പൂ നീ പൂങ്കാറ്റുപോ നിന്നുള്ളിലെ പൂഞ്ചില്ല തേടുന്നു ഞാനിത കിളിപ്പാടുന്ന പാട്ടന്റെ കാതിൽ കളിയോടുന്ന നീ വാക്കുപോലെ അതിലോലം അനുരാഗം മാറിയ താങ്ക് യു നിങ്ങളുടെ സ്വന്തം പ്രിയ ഗായികയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രശസ്ത ചലച്ചിത്ര പിന്നണി ഗായിക, പ്ലീസ് വെൽക്കം റിമി ടോമി. നമസ്കാരം. ഉറങ്ങുമായിരുന്നോ ഇത്രയും നേരം? ഞാനൊരു 4 മണിക്ക് വന്നതാ. എന്നോട് പറഞ്ഞു 5 മണിക്ക് റിമി ഷാർപ്പ് നമ്മൾ തുടങ്ങിയിരിക്കും എന്ന് പറഞ്ഞു. കറക്റ്റ് ഞാൻ 4 മണിക്ക് ഇവിടെ കൊണ്ട് ഇരുത്തുകയും ചെയ്തു. ഇരുന്നിരുന്നിട്ട് ഞാൻ 2 ഉറക്കം കഴിഞ്ഞു. അപ്പം നിങ്ങൾക്ക് ആ ഒരു ഉറക്കച്ചടമൊന്നും ഇല്ലല്ലോ. നിങ്ങൾ എത്ര മണിക്ക് വന്നാൽ രാവിലെ തൊട്ട് വന്നിരിക്കുന്ന ആൾക്കാരാണോ? നമ്മളെല്ലാവരും ഒരു കുടുംബമായിട്ട് കുവൈറ്റിൽ എത്രയോ പ്രാവശ്യം വന്നിരിക്കുന്നു. ചിലപ്പോൾ എൻ്റെ പ്രോഗ്രാം കണ്ട ആൾക്കാർ തന്നെ വീണ്ടും ഇരിപ്പുണ്ടാവും. കാരണം അങ്ങനെ മാറി മാറി ഓരോ വർഷങ്ങളും ഓരോ ആഴ്ചയിലൊന്നും മാറി ഇന്ത്യക്ക് വിട്ടു പോകുന്ന ആൾക്കാരൊന്നും അല്ലല്ലോ. വർഷങ്ങളായിട്ട് താമസിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. ഒത്തിരി കണ്ടു പരിചയമുള്ള മുഖങ്ങളുണ്ട്. ഇരുട്ടത്താണെങ്കിലും തിളങ്ങുന്ന സാരിയും വെളുത്ത ഷർട്ടിട്ട സുന്ദര ചേട്ടന്മാരെയൊക്കെ ഞാൻ കാണുന്നുണ്ട്. അതേപോലെ തന്നെ വളരെ നല്ല ഉദ്ദേശത്തോടു കൂടി ഈ ഇടുക്കി ഫെസ്റ്റ് 10 വർഷമായിട്ട് അവർ കുറേ ഇടുക്കിക്കാർ മാത്രമല്ല ഒത്തിരി നല്ല കാര്യങ്ങൾ ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും അവനവൻ്റെ വീട്ടുകാരെയും ഞാനും എൻ്റെ കുടുംബം നന്നാവണം എന്നെപ്പോലെ ഞാനൊക്കെ അങ്ങനെ വിചാരിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ അല്ല, പരമാവധി മാക്സിമം സഹായം ചെയ്യും. പക്ഷേ ഇടത്തെ കൈ ചെയ്യുന്ന വലത്തെ കൈ അറിയിക്കാറില്ല എന്ന് മാത്രമേ ഉള്ളൂ.
പക്ഷേ ഇടുക്കി ഫെസ്റ്റിനെ പറ്റി, ഇടുക്കിക്കാരെ പറ്റി പറയേണ്ട കാര്യം, അവർ എല്ലാ വർഷവും പ്രോഗ്രാം നടത്തുന്നത് ഇടുക്കിയിലുള്ള ഒരുപാട് പാവപ്പെട്ട പിള്ളേരെ സഹായിക്കാനും പാവപ്പെട്ട കുടുംബങ്ങളെ സഹായിക്കാനും അവർ കണ്ടെത്തുന്ന ആ വലിയ മനസ്സുള്ള ആ നല്ല കുറേ മെമ്പേഴ്സ് ഇടുക്കിക്കാർക്ക് മൊത്തത്തിലൊരു ഗംഭീര കൈയടി കൊടുക്കണം. നമ്മൾ ഒരു തണുതണുപ്പ് ഇവിടെ AC ഇട്ടിട്ടിരിക്കുന്നതുകൊണ്ടാണോ, അത് എല്ലാവരുടെ കയ്യിൽ ഫോൺ ഉണ്ടായതുകൊണ്ടാണോ? ശക്തമായിട്ടൊന്ന് കൈയടിച്ച് നല്ല ശക്തിയിൽ. ഓരോ കൈയടിക്കുമ്പോഴും ഈ സൈഡ് അങ്ങ് കുറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളൊരു സന്തോഷ വാർത്തയും കൂടെ ഞാൻ പറഞ്ഞത്. നിങ്ങളത് ആത്മാർത്ഥമായിട്ട് കൈയടിക്കുമ്പോൾ ഇത് വന്ന് ഇവിടെ നിന്ന് ഇടിച്ചിടിച്ച് ഇവിടെ അങ്ങ് ഷേപ്പാകും, ഒരു ഇടുക്കിയുടെ ഷേപ്പാകും. ഈ ഇടുക്കിനൊരു ഷേപ്പ് വരും. പിന്നെ എന്താ പറയുക, ഇപ്രാവശ്യം അവർ ഒരു എത്ര പേർക്കാ 100 പിള്ളേർക്ക് 10,000 രൂപ വെച്ച് കൊടുക്കാൻ നിങ്ങൾക്കറിയാം. എന്നാലും ഞാനിപ്പോൾ കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അങ്ങനെ 10 ലക്ഷം രൂപ ശേഖരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ആരെങ്കിലും പാസ് എടുത്തിട്ടാണ് ഈ പ്രോഗ്രാമിന് വന്നിട്ടുള്ളതെങ്കിൽ ഒരിക്കലും അതൊരു നഷ്ടമായിട്ട് വിചാരിക്കരുത്. നമ്മളൊരു നല്ല കാര്യം ചെയ്യുന്നു എന്ന് വിചാരിച്ചാൽ മാത്രം മതി. ഫ്രണ്ടിൽ ഇരിക്കുന്ന കോട്ടിട്ട 18 വയസ്സുള്ള ചെറുപ്പക്കാരായ ചേട്ടന്മാരായിരുന്നു, സഹോദരങ്ങളായിരുന്നു വന്ന് എല്ലാ കാര്യങ്ങളും എൻ്റെ അടുത്ത് പറഞ്ഞു തന്നത്. ഇവിടെ വരെ വന്ന് ഞങ്ങൾക്ക് എല്ലാ കാര്യത്തിലും ഒരു കുറവും ഇല്ലായിരുന്നു. വളരെ സ്നേഹത്തോടെയുള്ള ഇടുക്കിക്കാർ മാത്രമല്ല, ഇത് മൊത്തം ഇത് പബ്ലിക്കിന് വേണ്ടിയും കൂടെയുള്ള പ്രോഗ്രാം അല്ലേ. എന്നാലും അവർ നടത്തുന്നത് കൊണ്ട് അവരെ പറ്റി പറഞ്ഞു എന്നേ ഉള്ളൂ. സാരി എങ്ങനെയുണ്ട്? അതൊക്കെ പറയണം. നിങ്ങൾക്ക് വേണ്ടി എത്ര കഷ്ടപ്പെട്ട് 4 മണിക്ക് ഞാനിവിടെ വരണമെങ്കിൽ രാവിലെ 12 മണിക്ക് തുടങ്ങി മേക്കപ്പാണ്. കാരണം 2 മണിക്കൂറൊന്ന് പാടുമ്പോഴും ഡാൻസ് ചെയ്യുമ്പോഴും മേക്കപ്പ് ഇളകാൻ പാടില്ല. സാരി കൊള്ളാമോ? അപ്പോൾ ഒരു കൈയടിക്കണപ്പോൾ എനിക്ക് സന്തോഷമല്ലേ പാട്ട് പാടാനൊക്കെ. ഈ അടുത്ത് കുവൈറ്റിനെ പറ്റി കൂടുതൽ അറിയാൻ സാധിച്ചത് ഒരു സിനിമ കണ്ടപ്പോഴാട്ടോ. ശരിക്കും 10-25 വർഷം മുമ്പ് താമസിച്ച മലയാളികളൊക്കെ ഉണ്ടോ ഇവിടെ? ഒന്ന് കൈ പോക്കിക്കേ. ഉണ്ട്, ഇത്രയും പേരൊക്കെയാണ്. കാരണം നിങ്ങൾ ആ എയർലിഫ്റ്റ് എന്നുള്ള പടം കണ്ടതിന് ശേഷം കുവൈറ്റുകാരോട് കുറച്ചുകൂടെ ബഹുമാനം തോന്നിപ്പോയി. കാരണം എത്ര കഷ്ടപ്പെട്ടിരുന്നു. അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇവിടെ ഉണ്ടാവരുത് എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നല്ല 2 മലയാള ഗാനങ്ങൾ നമ്മുടെ അജയ് ഗോപാല് പാടി. ഇനി ഞാൻ പാടാൻ പോകുന്ന പാട്ടും നിങ്ങൾക്ക് വളരെ പരിചയമുള്ള പാട്ടാണ്. ആർക്കും പരിചയമില്ലാത്ത പാട്ടൊന്നുമല്ല. ചേട്ടൻ അങ്ങോട്ട് ഒരു മൈൻഡ് ചേട്ടാ, നടുക്കൂടെ പോകുന്ന ചേട്ടാ, ഫ്രണ്ടിൽ കൂടെ ഇവിടെ. ഹലോ പെണ്ണുമ്പിളി ഇവിടെ പറഞ്ഞിട്ടുണ്ടെന്ന് ഈ ഭാഗത്തോട്ടേ നോക്കരുതെന്ന്, അതാണോ? അതൊരു കുഴപ്പമില്ല. നമ്മളെല്ലാം ഞാൻ സ്വന്തം അനീതിയായിട്ടാണ് ഞാൻ ചേട്ടനായിട്ടല്ലേ ഞാൻ കാണുന്നത്. ചേട്ടോ നോക്കിയാന്ന് കൈവശം കാണിച്ച്. എന്നാൽ സന്തോഷം. ഓക്കെ, അപ്പോൾ ആദ്യ ഗാനത്തിലോട്ട് പോയിക്കോട്ടെ. ഞാൻ ചോദിക്കുന്നതിനൊക്കെ ഒരു മറുപടി വേണം. ഞാൻ ഈ വീട്ടിലൊരു ഈ ഇടുക്കി അസോസിയേഷനിലെ പോലെ കുവൈറ്റിൽ സ്വന്തം ഒരാളെ പോലെ ചോദിക്കുന്നത്. മറുപടി പറയാനൊന്നും ഒരു മടിയും വിചാരിക്കുക. കാരണം ഇനി നമ്മൾ എന്ന് കാണും, എവിടെയെങ്കിലും വെച്ചെടുക്കുക വല്ല ഹായ് അത്രേ ഉള്ളൂ. ആദ്യ ഗാനത്തിലോട്ട് പോയിക്കോട്ടെ. ഓക്കെ, റെഡി. ഒരു കൊച്ചു പരിപാടി. மின்சார பூவே பெண் பூவே
ஒரு வாளுக்கு எழுதிய இலக்கணம் உன்னிடத்தில் கண்டே என் பாதத்தில் பள்ளி கொள்ள உனக்கு ஒரு அனுமதி தந்தே ஒரு வாளுக்கு எழுதிய இலக்கணம் உன்னிடத்தில் கண்டே என் பாதத்தில் பள்ளி கொள்ள உனக்கு ஒரு அனுமதி தந்தே என் நாடை தாங்கிக் கொள்ள என் கூந்தல் ஏங்கிக் கொள்ள உனக்கொரு வாய்ப்பல்லவா நான் உண்ட மிச்சப்பாலை நீ உண்டு வாய்ந்து வந்தால் மோட்சங்கள் எனக்கல்லவா வானம் வந்து வணங்கிடவே வணங்கிடவா மின்சார பூவே பெண் பூவே நீ தீண்ட வேண்டும் என்னோடு வாராய் என் ஆசை ஓசை கேளாய் வெண்ணிலவை தட்டு தட்டு செய்து வைத்த சிற்பம் ஒன்று கண்டேன் அத விழிகளில் வழிவது விழிமுடன் அமுவத கண்டேன் அதன் இழலைய தொடுவது பழி என்று விலகி விட்டேன் வான்விழியால் வலவிருத்தாய் வஞ்சத்தை வெல்லாது வலகளிலே மீசிக்கலாம் தண்ணீர் என்றும் சிக்காது வா என்றால் நான் வருவதில்லை வா என்றால் நான் மறைவதில்லை இது நீ நான் என்ற பொட்டி எல்லாம் நீ யானை இட்டு சூடி கொள்ளாங்க யாரு பூக்கள் எல்லாம் மின்சார பூவே பெண் பூவே நீ தீண்ட வேண்டும் என்னோடு வாராய் என் ஆசை ஓசை கேளாய் മലയാളം പാട്ട് പാടി ഇല്ലല്ലോ തുടക്കത്തിൽ ആ പഞ്ചസാര കൊടുത്ത ചേച്ചി വിചാരിച്ചോ ഇല്ലയോ? വിചാരിച്ചു. കാരണം എത്രയാണെങ്കിലും നമ്മൾ മലയാളികളുടെ അസോസിയേഷനിലാണ് വിളിച്ചിരിക്കുന്നത്. അജയ് ഗോപാൽ എവിടെ പോയി? ശാരദാംബരം ചാരുചന്ദ്രികാധാരയിൽ മുഴുകിയിടവേ ശാരദാംബരം ചാരുചന്ദ്രികാധാരയിൽ മുഴുകിയിടവേ പ്രാണനായക 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 താവകാഗമ പ്രാർത്ഥിനിയായിരിപ്പൂ ഞാൻ. ശാരദാംബരം ചാരുചന്ദ്രികാധാരയിൽ മുഴുകിയിടവേ ശാരദാംബരം ചാരുചന്ദ്രികാധാരയിൽ മുഴുകിയിടവേ
ഇന്നു രാത്രിയിലെങ്കിലും ഭവാൻ വന്നിടുമെന്നൊരാശയാ ശാരദാംബരം ശാരദാംബരം ചാരു ചന്ദ്രികാധാരയിൽ മുഴുകിയിടവേ ശാരദാംബരം ചാരു ചന്ദ്രികാധാരയിൽ മുഴുകിയിടവേ ഇങ്ങു നിന്ന് പോം മന്ദവായുവും അങ്ങു നിന്നരുളിയിടുന്നു ശാരദാംബരം ചാരു ചന്ദ്രികാധാരയിൽ മുഴുകിയിടവേ ശാരദാംബരം എല്ലാവർക്കും ചുമ്മാ ഒന്ന് പാടിയാലോ? കാരണം അത്രയും നിങ്ങൾക്ക് സുപരിചിതമായ പാടല്ലേ? പ്രാണനായക 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 ഗാവഗാഗമ പ്രാർത്ഥിനിയായിരിപ്പൂ ഞാൻ ശാരദാംബരം ചാരു ചന്ദ്രികാധാരയിൽ മുഴുകിയിടവേ താങ്ക് യു. മൊയ്തീലെ വേറെ പാട്ട് കൂടെ കേൾക്കണമെന്ന് ആഗ്രഹമുണ്ടോ? കണ്ണോണ്ട് ചൊല്ലണ് മിണ്ടാണ്ട് മിണ്ടണ് പഞ്ചാരപ്പനം തത്തദൂരെ ചുണ്ടോണ്ട് ചൊന്നത് നെഞ്ചോണ്ട് കേക്കണ് പുന്നാരപ്പനം തത്ത കൂടെ. ഓക്കെ, ഇനി ഒരു അടിപൊളി പാട്ടിലൂടെ ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നതിന് മുമ്പായിട്ട് കുറച്ചുകൂടെ നിങ്ങൾ ഇനി ഒരു തളർച്ച. ഇപ്പം തന്നെ എല്ലാവരും നല്ല ഉഷാറായിട്ടായിരിക്കും. ഇവിടെ ആരാ ഉഷാറ് കുറവെന്ന് റിമി പറയുന്നതെന്ന് വിചാരിക്കും. ഒന്നുമില്ല, ആദ്യത്തെ ഇതൊക്കെ മാറി. എന്നാലും ഒത്തിരി നിങ്ങൾ കേട്ട പാട്ടിൻ്റെ ഒരു 4 വരി പാടിക്കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ഒന്നും കൂടെ ഉഷാറാക്കാൻ പറ്റുമെന്ന് എനിക്കൊരു തോന്നലുണ്ട്. 4 വരി ചുമ്മാ പാടുമ്പോൾ എനിക്കൊരു ഉത്തരം കിട്ടാൻ വേണ്ടിയാണ്.